കൊല്ലത്ത് ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണ പരമ്പര തുടരുന്നു. ഇത്തവണ അടിവാട് ടൗണിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. രണ്ടിടത്തു നിന്നും പണം കവർന്നു. വൈദ്യുതി തടസ്സപ്പെടുത്തിയും CCTV ക്യാമറയിൽ പതിയാത്ത വിധത്തിലുമാണ് മോഷണം നടത്തിയത്. സമീപത്തെ കടകളിലെ ക്യാമറകളിൽ വ്യക്തമല്ലാത്ത ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. മറ്റു ടൗണുകളിലും സമാനമായ രീതിയിലാണ് മോഷണങ്ങൾ നടന്നത്. വ്യാപാരികൾ ആശങ്കയിലാണ്. അജി, ഇയാൾ എന്താണെങ്കിലും എവിടെ ഒന്ന് മാറിയിട്ടുണ്ടോ? ഈ ഭാഗത്ത് മാറിയിട്ടുണ്ട്. അടിവാട് ടൗണിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാഴാഴ്ച പുലർച്ചെ 2:30യോടെയാണ് മോഷണം നടന്നത്. കളർ വൈബ്, സിറ്റി പേപ്പർ മാർട്ട് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. രണ്ടിടത്തും ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് അകത്തു കടന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. പെയിന്റ് കച്ചവടം നടത്തുന്ന കളർ വൈബിൽ നിന്ന് 40,000 രൂപ മോഷ്ടിക്കപ്പെട്ടെന്ന് ഉടമ അജി കുഴിപ്പിനായി പറഞ്ഞു. കട പൂട്ടിപ്പോയപ്പോൾ എടുക്കാൻ മറന്ന പണമായിരുന്നു ഇത്. മേശയ്ക്കുള്ളിലാണ് സൂക്ഷിച്ചിരുന്നത്. CCTV ക്യാമറ തിരിച്ചുവച്ചിരുന്നു. ഇന്നലെ രാത്രി കട അടച്ച് 8 മണിക്ക് പോകുമ്പോൾ പ്രോബ്ലം ഉണ്ടായില്ല. ഇന്ന് രാവിലെ വന്ന് 7:30 ഓപ്പൺ ചെയ്യുമ്പോഴാണ് സംഭവം. കട ലോക്ക് പൊളിച്ച് ആളകത്ത് കയറിയെന്നറിയുന്നത്. അത് കഴിഞ്ഞ് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ക്യാമറയൊക്കെ ഡാമേജാക്കി. ഏകദേശം 2:30 കൂടിയാണ് ആൾ കയറിയിരിക്കുന്നത്. ഡ്രോയിലുണ്ടായിരുന്ന ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന 40,000-ഓളം രൂപയും ആൾ കൊണ്ടുപോയിട്ടുണ്ട്. സാധാരണ വച്ചിട്ട് പോകുന്നതല്ല. ഇന്നലെ ലാസ്റ്റ് വന്ന കസ്റ്റമറുടെ എമൗണ്ടാണ് എടുക്കാൻ മറന്നുപോയി വച്ചിട്ട് പോയി. സാധാരണ ക്യാഷ് വീട്ടിൽ കൊണ്ടുപോകലാണ് പതിവ്. സിറ്റി പേപ്പർ മാർട്ടിൽ നിന്ന് 5,000-ഓളം രൂപ കവർന്നു. സ്ഥാപനത്തിന് ഉൾവശം അലങ്കോലപ്പെടുത്തിയിരുന്നുവെന്ന് ഉടമ ഷെഫിൻ അലി പറഞ്ഞു. രാവിലെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. രാത്രി നമ്മൾ ഇന്നലെ ഒരു 9-10 മണിയായപ്പോൾ കട അടച്ചു പോയത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ 8:30ക്കാണ് തുറക്കണേ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കടയുടെ ഷട്ടർ തുറന്നു തുറക്കണം. അപ്പോൾ തന്നെ എന്തോ പന്തിയോട് തോന്നി നമുക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് വന്ന് അത് തുറന്നു നോക്കിയപ്പോൾ ഇവിടെ എല്ലാം അലങ്കോലപ്പെടുത്തിയിട്ടേക്കുവാണ്. പിന്നെ മേശ നമ്മളവരൊരു എന്തോ കത്തി എന്തോ വെച്ചാണ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഫ്രണ്ടിലെ പൂട്ടും ഗ്ലാസിൻ്റെ ഡോറൊക്കെ കുത്തിപ്പൊളിച്ചേക്കുവാണ് ചെയ്തത്. അപ്പോൾ മേശയിൽ ഇന്നലെ ഒരു 5,000-ന് മുകളിൽ പൈസ ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടേക്കുവാണ്. പിന്നെ മൊത്തം അലങ്കോലപ്പെടുത്തിയിട്ടേക്കുവാണ്. പോത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. സമീപകാലത്തെ വിവിധ ടൗണുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇതേ രീതിയിൽ മോഷണം നടന്നിരുന്നു. ചേലാട്, ഊന്നുകൽ, പൈങ്ങോട്ടൂർ, വാരപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങൾക്കു ശേഷമാണ് അടിവാടും കള്ളനെത്തിയത്. വൈദ്യുതി തടസ്സപ്പെടുത്തിയും CCTV ക്യാമറകൾ തകർത്തുമാണ് ഈ സ്ഥലങ്ങളിലും മോഷണം നടത്തിയത്. എല്ലായിടത്തു നിന്നും പണം മാത്രമാണ് കൊണ്ടുപോയത്. ഒരേ സംഘമാകും ഇതിനു പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട്. മോഷണ പരമ്പര തുടരുന്നതിൽ വ്യാപാരികൾ ആശങ്കയിലാണ്. മോഷ്ടാക്കളെ എത്രയും വേഗം പിടികൂടണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അരിയാർ പറഞ്ഞു. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പൈങ്ങോട്ടൂർ, കീരമ്പാറ, ഊന്നുകല്ല്, വാരപ്പെട്ടി ഈ പ്രദേശങ്ങളിലെല്ലാം ഇതുപോലുള്ള സമാനമായ മോഷണ ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇത് വ്യാപാരികളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയിലാണ്. മോഷണം നടത്താൻ വന്ന വ്യക്തി ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് പോയി ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത് ക്യാമറ തിരിച്ചു വച്ച് ഷട്ടറിൻ്റെ ലോക്ക് പൊട്ടിച്ച് അകത്ത് കയറിയതിന് ശേഷം അതിൻ്റെ ക്യാമറയുടെ കണക്ഷനെല്ലാം വിടിയിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് പോലീസുമായി ബന്ധപ്പെട്ട് രാവിലെ 7:30 പോലീസ് ഇൻഫോം ചെയ്തതാണ്. 11 മണി കൂടിയാണ് പോലീസ് എത്തിയത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിലേറെ ആശങ്ക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് KCB ആയിട്ടാണ്. നിരന്തരം രാത്രി കാലങ്ങളിൽ കറണ്ട് പോവുകയും ഈ കറണ്ട് പോകുന്ന സമയത്താണ് ഈ മോഷണ ശ്രമം കൂടുതൽ നടക്കുന്നതും ഒക്കെ കള്ളന്മാർക്ക് വിവരിക്കാനുള്ള ഒരു സമയം. GTV ന്യൂസ്, പല്ലാരിമംഗലം.